ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പോയിന്റ് നേടിയിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ സമനിലയിൽ തളക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അജിസൽ നേടിയ ഗോളാണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഈ ഒരു പോയിന്റ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഏതായാലും ഈ മത്സരത്തിലെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിച്ച എൻഡിയായ ഫാളു ആണ്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഫാളു നടത്തിയ ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നേറ്റ നിര താരങ്ങളെ അതല്ലെങ്കിൽ അവരുടെ വിദേശ താരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഒരുപാട് സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. അവരെയെല്ലാം പിടിച്ചു കെട്ടാൻ ഫാളുവിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രഷറിലാകുന്ന സമയത്ത് പോലും വളരെ കൂളായിക്കൊണ്ട് അതല്ലെങ്കിൽ കാമായിക്കൊണ്ട് അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് മത്സരത്തിൽ ഉടനീളം പ്രകടമായിരുന്നു. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിനെ സഹായിക്കാൻ വരെ ഫാളു ഓടിയെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഉയരം അദ്ദേഹം കൃത്യമായി മുതലെടുക്കുന്നു. ഡുവലുകളിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. സെറ്റ് പീസുകളിൽ ഫാളുവിൻ്റെ ഒരു സാന്നിധ്യം അത് എതിരാളികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആകെ 46 പാസുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ 36 പാസുകൾ ഫലം കണ്ടു. ഒരു ഷോട്ട് ഉതിർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 63 ടച്ചുകൾ. അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് 2 പാസുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം അറ്റാക്കിങ്ങിനെ സഹായിച്ചിട്ടുള്ളത്. ഇനി ഡിഫൻഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തകർപ്പൻ പ്രകടനമാണ് ഫാളു നടത്തിയിട്ടുള്ളത്. ഒരു ടാക്കിൾ അദ്ദേഹം നടത്തി, 8 ക്ലിയറൻസുകൾ, 3 ഹെഡർ ക്ലിയറൻസുകൾ, 2 ഇന്റർസെപ്ഷനുകൾ, 3 റിക്കവറികൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏരിയൽ ഡുവലുകളിൽ 3 എണ്ണവും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ 3 ഗ്രൗണ്ട് ഡുവലുകളിൽ 2 അദ്ദേഹം വിജയിച്ചു. ഒരൊറ്റ ഫൗൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത്. അങ്ങനെ തകർപ്പൻ പ്രകടനമാണ് എൻഡിയായ ഫാളു നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച താരത്തെയാണ് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഈ ഒരു അരങ്ങേറ്റ മത്സരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് അവസരങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഈ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. ഇനി മറ്റൊരു പോസിറ്റീവ് അത് എബിൻദാസ് യേശുദാസ് ആണ്. അതായത് മധ്യനിരയിൽ ഏറെക്കുറെ ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എബിൻദാസ് തന്നെയാണ്. മിക്ക സമയത്തും ബോൾ കൺട്രോൾ ചെയ്യുന്നത് എബിൻദാസ് ആണ്. മധ്യനിരയിൽ കളി മെനയുന്നത് അതല്ലെങ്കിൽ ഒരു എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്നത് എബിൻദാസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ പാസുകൾ അദ്ദേഹത്തിൽ നിന്നും പലപ്പോഴും വരുന്നു. ഫൈനൽ തേർഡിലേക്ക് പാസുകൾ നൽകാൻ അദ്ദേഹം നല്ല രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സെറ്റ് പീസുകൾ വളരെ ഡേഞ്ചറസ് ആണ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ആ 2 ഗോളുകൾക്ക് പിറകിലും എബിൻദാസ് ഉണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ ഫ്രീ കിക്കിൽ നിന്നും വിക്ടർ ബെർത്തോമു ഗോൾ നേടി. ഇന്ന് അജിസൽ നേടിയ ഗോൾ അത് എബിൻദാസിന്റെ കോർണർ കിക്കിൽ നിന്നായിരുന്നു. അങ്ങനെ സെറ്റ് പീസുകളിൽ വളരെയധികം മികവ് പുലർത്താൻ എബിൻദാസിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല മധ്യനിരയിൽ നല്ല രൂപത്തിൽ എബിൻദാസ് കളിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എഞ്ചിൻ പോലെയാണ് നിലവിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോസിറ്റീവ് അത് അജിസൽ തന്നെയാണ്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് അജിസലാണ്. ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത് അജിസലിന്റെ ഹെഡർ ഗോളാണ്. ആ ഗോൾ മാറ്റി നിർത്തിയാലും അജിസൽ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു താരമാണ് അജിസൽ. 100% എഫേർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് പാസുകളോ അവസരങ്ങളോ ഒന്നും തന്നെ അജിസലിന് ലഭിക്കുന്നില്ല. പക്ഷെ നല്ല ഹാർഡ് വർക്കോട് കൂടി എല്ലാ ബോളിലേക്കും അദ്ദേഹം അഗ്രസീവായി കൊണ്ട് ചാടി വീഴുന്നു. ഒരു സ്ട്രൈക്കർ ചെയ്യേണ്ട കടമ നല്ല രൂപത്തിൽ അജിസൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ 3 താരങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിക്കൊണ്ട് വരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പൊസഷൻ കൈവശം വെച്ചിരുന്നു. അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരല്പം ആശങ്കയുള്ളത്. കൂടാതെ ചറപറ ക്രോസുകൾ വരുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല. മാത്രമല്ല പല ക്രോസുകളും ലക്ഷ്യം തെറ്റിയുള്ള ക്രോസുകളാണ്. ടാർഗറ്റിലേക്കുള്ള ക്രോസുകളോ അല്ലെങ്കിൽ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്കുള്ള ക്രോസുകളോ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ 4 മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ. ഇതൊരു ആശ്വാസം മാത്രമാണ്. ഇനിയും ഒരുപാട് ദൂരം കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.